കോളിംഗ് ബെല്ലിന് പിന്നാലെ നിങ്ങൾക്കൊരു കത്തുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് കേട്ടാണ് അയാൾ വാതിൽ തുറന്നത്. കത്ത് വെച്ചിട്ട് മടങ്ങിപ്പോകുന്നതാണല്ലോ നിങ്ങളുടെ പതിവ്. ഇന്നെന്താ നിങ്ങൾക്ക് തിരക്കില്ലേ? പോസ്റ്റ് വുമൺ പറഞ്ഞു. ഇന്നലെയും വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടു. ആരുമില്ലാതെ കത്ത് വെച്ചിട്ട് പോകണ്ട എന്നതുകൊണ്ട് വിളിച്ചതാ. ഞാനിവിടെ പുതിയ ആളായതുകൊണ്ട് ഒന്ന് പരിചയപ്പെട്ടു പോകാമല്ലോ എന്നും കരുതി. ചിലപ്പോ കാഴ്ചക്കുറവുള്ളവർ കത്ത് വായിച്ച് കേൾപ്പിക്കാൻ പറയാറുമുണ്ട്. അതുകൊണ്ടാ, അല്ലാതെ തിരക്കില്ലാത്തത് കൊണ്ടല്ല, അവൾ പറഞ്ഞു. അവരുടെ ആത്മാർത്ഥത അയാൾക്ക് ബോധിച്ചു. പോസ്റ്റ് വുമൺ വീണ്ടും പറഞ്ഞു, ഇനി കത്തിൽ സങ്കടപ്പെടുത്തുന്ന വാർത്ത വല്ലതും ആണെങ്കിൽ സമാധാനത്തോടെ വായിച്ച് കേൾപ്പിക്കാമല്ലോ. ഇനി ഒരു ആശ്വാസവാക്ക് പറയണമെങ്കിൽ അതും പറ്റുമല്ലോ. ആ പോസ്റ്റ് വുമണിന്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് അയാൾ തനിക്ക് വന്ന ആ കത്ത് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അത് മകന്റെ കത്തായിരുന്നു. ബോംബാക്രമണത്തിൽ തന്റെ സഹപട്ടാളക്കാരൻ മരിച്ചു ജീവിച്ച സംഭവം അതിൽ എഴുതിയിരുന്നു. ശാന്തമായി ആ കത്ത് അയാളെ വായിച്ച് കേൾപ്പിച്ച് ആ പോസ്റ്റ് വുമൺ മടങ്ങിപ്പോയി. അയാൾക്ക് വായിക്കാൻ അറിയാമായിരുന്നിട്ടും, കാഴ്ചക്കുറവ് ഒട്ടും ഇല്ലാതിരുന്നിട്ടും അയാൾ ആ കത്ത് അവളെ കൊണ്ട് വായിപ്പിക്കുകയായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായി പോയ തനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നി. സ്നേഹത്തിന്റെ പുതുമഴ സൃഷ്ടിക്കുവാൻ ആർക്കും കഴിയും. മരണത്തിന്റെ ഇരുട്ടറയിൽ ഉദിക്കുന്ന പ്രകാശം ജീവന്റെ പുതുമഴയാണ് സൃഷ്ടിക്കുന്നത്. നമ്മിൽ ജീവന്റെ പുതുമഴ പെയ്തിരിക്കുന്നു. നമ്മുടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ ജീവന്റെ നിത്യവസന്തം ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ നമുക്ക് സ്വന്തമായിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈസ്റ്റർ ആശംസകൾ. നിങ്ങളിൽ നിന്ന് ഞാനും ഒരു ആശംസ പ്രതീക്ഷിക്കുന്നു. ആരാ ഒരു ആശംസ പ്രതീക്ഷിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് വിളിക്കൂ. അവരോടൊന്ന് നിങ്ങൾ സംസാരിക്കൂ. സ്നേഹമഴ പെയ്യട്ടെ. ഒരു ഉയർപ്പ് ഉണ്ടാവട്ടെ.